വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത് കുമാർ അഭിനയിച്ച് വരുന്ന അദിക് രവിചന്ദ്രൻ ഫാൻ ബോയ് സംഭവം, അതായത് ഗുഡ് ബാഡ് അഗ്ലി എന്ന പടത്തിന്റെ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ട്രിപ്പി മാസ് ആക്ഷൻ ഫിലിം. അറ്റ്ലി വിജയെ വെച്ച് പണിയ പോലെ, പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് പണിയ പോലെ, ലോകേഷ് കമൽഹാസനെ വെച്ച് പണിയ പോലെ അദിക് രവിചന്ദ്രൻ എന്താണ് അജിത് കുമാറിനെ വെച്ച് പണ്ണപ്പോരെന്ന് പാക്കത്താൻ പോരെ. എനിവേ, കാണാൻ ഇതൊരു ഭയങ്കര ട്രിപ്പി ആയിട്ടുള്ള, ഭയങ്കര കളർഫുൾ ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള, മാർക്ക് ആന്റണിയുടെ കൈൻഡ് ഓഫ് മൂഡുള്ള, അത്രത്തോളം എനർജിയുള്ള, നമ്മൾ അജിത് കുമാറിനെ കാണാൻ ആഗ്രഹിക്കുന്ന പോലുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് ഇറ്റ്സ് ബ്ലഡി വയലന്റ്, ബട്ട് വയലന്റ് ഇൻ എൻ എസ്തെറ്റിക് വേ, നോട്ട് ഇൻ എ ഗോറി വേ. അതിൽ തന്നെ പുള്ളിയുടെ കളേഴ്സ് ഓഫ് കോസ്റ്റ്യൂംസ് ആവട്ടെ, പുള്ളിയുടെ ഒരു സ്റ്റൈലിംഗ് ആവട്ടെ, എല്ലാം ഭയങ്കര ഒരു ഈ ഹോങ്കോങ് ഒക്കെ സ്റ്റൈലിൽ തോന്നിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ്. പിന്നെ മൊത്തത്തിൽ പുള്ളിയുടെ ഔട്ട്ലുക്ക്, പുള്ളി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് വളരെയധികം പോപ്പുലർ ആക്കിയ ആക്ടറാണ് മങ്കാത്തയിൽ. അതിനുശേഷം ഒരുപാട് പേര് ആ ഒരു ട്രാക്കിൽ പോയി. പക്ഷേ പുള്ളിക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്ന ഒരു വൺ ഓഫ് ദ എന്താ പറയുക ആപ്പ് ലുക്സ് ആണ് സോൾട്ട് ആൻഡ് പെപ്പർ. ആൻഡ് ഈ മൂവിയിൽ അതുകൊണ്ട്. ആൻഡ് അദിക് രവിചന്ദ്രൻ ഒരു ഏർഡൻ ഫാൻ ബോയ് ആണ് അജിത് കുമാറിന്റെ. അതുകൊണ്ട് തന്നെ ഈ പടം ഒരു പൊളി പൊളിക്കും. കാരണം ഇതിൽ ജി.വി. പ്രകാശിന്റെ മ്യൂസിക് ആണെങ്കിലും മാർക്ക് ആന്റണിയിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു പവർ പാക്ക് സാധനം എന്താണെന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ അജിത് കുമാർ പ്ലസ് ഹിസ് ഫാൻ ബോയ്, അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു ഗാങ്സ്റ്റർ ഫൺ എന്റർടൈനർ മാസ് ആക്ഷൻ മസാല പടം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ബില്ല ലുക്കിൽ വരുന്ന ഒരു സീനുണ്ട്. പിന്നെ പുള്ളിയുടെ ആ ഒരു ഭയങ്കര സ്വാഗല്ലേ, ആളുടെ ഒരു വെയിറ്റേജും, പിന്നെ പല സ്ഥലത്തുമുള്ള ചില എക്സ്പ്രഷൻസും ചില മാനറിസംസും ഡയലോഗ് ഡെലിവറിയും ഒക്കെ തന്നെ കാണുമ്പോൾ ഒരു പക്കാ ഡോമിനൻസ്. എനിക്ക് തോന്നുന്നു പുള്ളിയിൽ നിന്ന് ഫാൻസിന് വേണ്ടിയിരുന്നത് ഇതുപോലത്തെ ഒരു പടമാണ്. പുള്ളി ആക്ച്വലി തുനിവ് ചെയ്തു, വലിമൈ ചെയ്തു. ഇതൊന്നും തന്നെ അത്രത്തോളം ഉദ്ദേശിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് വൺ ഈസ് ഗോണ ബി എ ബാങ്കർ. ഐ തിങ്ക് ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ഇറ്റ്. ഇതിലിങ്ങനെ കൂടുതൽ നമ്മൾ ഡീകോഡ് ചെയ്യാനും മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി സ്ട്രേറ്റ് ഇൻ ടു ആക്ഷൻ, അങ്ങനത്തെ ഒരു ജോണറിലുള്ള മൂവി ആയിരിക്കും. ആൻഡ് സലാറിൽ പറയുന്നത് പോലെ ഒരു പെർട്ടിക്കുലർ നെക്സസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ കിങ്ഡം, അതിലേക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അവൻ തന്നെ അവനുണ്ടാക്കിയ റൂൾസിനെ ചലഞ്ച് ചെയ്ത് വരുന്നു എന്നുള്ള പോലെ പോകുന്ന ഒരു മൂഡായിരിക്കുമെന്ന് തോന്നുന്നു. എനിവേ, കൂടുതൽ നമ്മൾ ഈ സംസാരിച്ച് അല്ലെങ്കിൽ ഈ പടം എന്തായിരിക്കും സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് we can wait to see what he could. Till we meet with another video. Bye.